Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, Wind Woman by Janet Armstrong, FAUGP Semester 4, VSc Humanities and Other BA Programs, Calcutta University. Summary of Wind Woman by Janet Armstrong. Wind Woman by Janet Armstrong is a beautiful and emotional poem that explores childhood memory, indigenous storytelling, and the deep spiritual connection between people and nature. അപ്പോൾ ഇതൊരു കവിതയാണ് വിൻഡ് വുമൺ എന്ന് പറയുന്നത്. അത് ഒരു ഇമോഷണൽ പോമാണ്. ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് മെമ്മറി, കുട്ടിക്കാലത്തെ ഓർമ്മകൾ, അതുപോലെ ഇൻഡിജിനിയസ് സ്റ്റോറി ടെല്ലിങ്, അതുപോലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. The poem is written in free verse and reads like a personal remembrance of the speaker's time with an elder named Maggie. അപ്പോൾ ഈ ഒരു കവിത ഫ്രീ വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇതൊരു പേഴ്സണൽ റിമെമ്പറൻസ്, ഒരു ഓർത്തെടുക്കുന്ന രൂപത്തിലുള്ളൊരു കവിതയാണ്. അതായത് ഇതിലെ സ്പീക്കർ ഒരു എൽഡറായിട്ടുള്ള മാഗി എന്ന് പറയുന്ന മുതിർന്ന ഒരു സ്ത്രീയെക്കുറിച്ചിട്ട് ഓർത്തെടുക്കുകയാണ്. തൻ്റെ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള ഓരോ ഇൻസിഡൻസും ഓർത്തെടുക്കുന്ന രൂപത്തിലുള്ള ഒരു കവിതയാണ്. ത്രൂ ദിസ് മെമ്മറി ദ പോയറ്റ് ഷോസ് ഹൗ കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി ആർ പ്രിസർവ്ഡ് ത്രൂ ഓറൽ ട്രഡീഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ദ ലാൻഡ്. അപ്പോൾ ഈ ഒരു ഓർമ്മകളിലൂടെ പോയറ്റ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്, അതായത് എങ്ങനെയാണ് കൾച്ചറും ഐഡൻറ്റിറ്റിയും ഒക്കെ സംരക്ഷിക്കേണ്ടത്, ഓറൽ ട്രഡീഷനിലൂടെയും ആ ഒരു ലാൻഡിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കൾച്ചറും ഐഡൻറ്റിറ്റിയൊക്കെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. ദ പോം ബിഗിൻസ് വിത്ത് ദ സ്പീക്കർ റിമെമ്പറിങ് മാഗി അറ്റ് നൈറ്റ്. അപ്പോൾ ഈ ഒരു കവിത തുടങ്ങുന്നത് ഇതിലെ സ്പീക്കർ മാഗി എന്ന് പറയുന്നത് ഒരു എൽഡർ വുമൺ ആണ്. അവരെ രാത്രിയിൽ ഓർത്തുകൊണ്ടാണ്. ഈവൻ ദൗ മാഗി ഈസ് നോ ലോങ്ങർ അലൈവ്, ദ സ്പീക്കർ സേസ് ഷി ക്യാൻ സ്റ്റിൽ ഹിയർ ഹെർ ലാഫ്. പക്ഷെ മാഗി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. എന്നാലും സ്പീക്കർ, ഈ കവിതയുടെ സ്പീക്കർ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും എനിക്ക് അവരുടെ വോയിസ് കേൾക്കാൻ കഴിയും, അവരുടെ ചിരി കേൾക്കാൻ കഴിയും. ദിസ് ഷോസ് ദാറ്റ് മാഗീസ് പ്രസൻസ് കണ്ടിന്യൂസ് ഇൻ മെമ്മറി. അപ്പോൾ ഇതെന്തിനെയാണ് കാണിക്കുന്നത്? മാഗിയുടെ പ്രസൻസ് ഇപ്പോഴും അവരുടെ ആ സ്പീക്കറുടെ ഓർമ്മകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. The speaker then recalls the time when she was 10 years old and went to Huckleberry Mountain to gather berries. അപ്പോൾ സ്പീക്കർ ഓർത്തെടുക്കുകയാണ് തൻ്റെ കുട്ടിക്കാലത്ത്, തനിക്ക് 10 years ഓൾഡായ സമയത്ത് ഹക്കിൾബറി മൗണ്ടൈനിലേക്ക് പോയതും, മാഗിയുടെ കൂടെ ഹക്കിൾബറി മൗണ്ടൈനിലേക്ക് പോയതും, അവിടെ ബെറീസ്, ഫ്രൂട്ട്സുകൾ കളക്ട് ചെയ്തതൊക്കെ. They carried simple belongings like kills and cooking pots, and their things were packed on an old horse. അപ്പോൾ അവർ കൊണ്ടുപോയിരുന്നത് ഒരു കുതിരപ്പുറത്ത് കുറച്ച് പാത്രങ്ങളും പുതപ്പുകളൊക്കെ ആയിരുന്നു. ദീസ് ഡീറ്റെയിൽസ് ക്രിയേറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് എ ട്രഡീഷണൽ ആൻഡ് ഹാർഡ് വർക്ക് ലൈഫ് സ്റ്റൈൽ ക്ലോസ്ലി കണക്റ്റഡ് ടു നേച്ചർ. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അവിടുത്തെ ഹാർഡ് വർക്കിംഗ് ലൈഫ് സ്റ്റൈലും അവിടുത്തെ ട്രഡീഷനും ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം ഒക്കെ കാണിക്കുന്നുണ്ട്. During the berry picking trip, the speaker followed Maggie and helped her by picking berries that Maggie's failing eyes could not see. അപ്പോൾ അവർ ഈ ബെറീസ് ഒക്കെ ഇങ്ങനെ പറിക്കുന്ന സമയത്ത് സ്പീക്കർ മാഗിനെ ഫോളോ ചെയ്യും. മാഗിക്ക് ചില ബെറീസ് ഒന്നും കാണാൻ കഴിയില്ല, നല്ല വയസ്സായിട്ടുണ്ടായിരുന്നു. അതുപോലെ മാഗിയുടെ കാഴ്ചകൾ അത്ര വ്യക്തമായിരുന്നില്ല. Although Maggie was physically weak, she was strong in spirit and wisdom. മാഗി ഫിസിക്കലി വളരെ വീക്കായിരുന്നെങ്കിലും ഒരുപാട് അറിവുള്ള ഒരു സ്ത്രീയായിരുന്നു. ഷീ സ്പോക്ക് ഇൻ ദെയർ നാറ്റീവ് ലാംഗ്വേജ് ആൻഡ് സംടൈംസ് ഹാഫ് സാങ് വൈൽ ടെല്ലിങ് സ്റ്റോറീസ്. അവരവരുടെ നാറ്റീവ് ലാംഗ്വേജിലാണ് അവർ സംസാരിച്ചിരുന്നത്. ചില സമയത്ത് അവർ കഥകളൊക്കെ പറയുന്ന സമയത്ത് ആലപിക്കുന്നതായിട്ട്, പാടുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. ഹർ വോയിസ് വാസ് ക്ലിയർ ആൻഡ് പവർഫുൾ ഇൻ ദ ഫ്രഷ് മൗണ്ടൈൻ എയർ. അത്രയും ഫ്രഷ് ആയിട്ടുള്ള മൗണ്ടൈൻ എയറിൽ അവരുടെ വോയിസ് വളരെ വ്യക്തമായിരുന്നു, പവർഫുള്ളായിരുന്നു. ത്രൂ ഹർ സ്റ്റോറി ടെല്ലിങ്, എസ്പെഷ്യലി സ്റ്റോറീസ് അബൌട്ട് കൊയോട്ട്, ഷി കെപ്റ്റ് ഹർ കൾച്ചർ ലൈവ് ആൻഡ് പാസ് ഇറ്റ് ഓൺ ടു ദ യങ്ങർ ജനറേഷൻ. അവരുടെ കഥ പറച്ചിൽ, എസ്പെഷ്യലി കൊയോട്ടിൻ്റെയൊക്കെ കഥ പറയുന്ന സമയത്ത്
അവർ അവരുടെ കൾച്ചർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അവരുടെ കൾച്ചർ പാസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. At one point, the speaker tells Maggie that she hears the trees talking and mourning at night while lying in the tent under the tall pine trees. ഒരിക്കൽ സ്പീക്കർ മാഗിനോട് പറയുന്നുണ്ട്, മരങ്ങൾ സംസാരിക്കുന്നതായിട്ടും മരങ്ങൾ കരയുന്നതായിട്ടും വിലപിക്കുന്നതായിട്ടൊക്കെ എനിക്ക് രാത്രിയിൽ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പൈൻ ട്രീസിൻ്റെ താഴെയായിരുന്നു അവർ താമസിച്ചിരുന്ന ടെൻ്റ് ഉണ്ടായിരുന്നത്. ദിസ് ഷോസ് ദാറ്റ് ദി ചൈൽഡ് ഓൾറെഡി ഫീൽസ് എ ഡീപ്പ് കണക്ഷൻ വിത്ത് നേച്ചർ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ 10 വയസ്സായിട്ടുള്ള ഈ കുട്ടിക്ക് പ്രകൃതിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് എന്ന് കാണിക്കാനാണ്. മാഗി ദെൻ ടെൽസ് ഹർ ദി സ്റ്റോറി ഓഫ് ദ വിൻഡ് വുമൺ. ആ സമയത്താണ് മാഗി പറയാൻ തുടങ്ങിയത് ഒരു വിൻഡ് വുമണിനെ കുറിച്ചിട്ട്, അതായത് കാറ്റിൻ്റെ ഒരു സ്ത്രീയെ കുറിച്ചിട്ട്. According to the story, the Wind Woman was banished by Coyote and now moves forward through the treetops with her constantly crying child tied to her back. അപ്പോൾ വിൻഡ് വുമനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഒരു കഥയുണ്ട് അതിന് പിറകിൽ. അതായത് ഈ വിൻഡ് വുമൺ, ഈ കാറ്റിലുള്ള സ്ത്രീ, കാറ്റിൻ്റെ സ്ത്രീ കൊയോട്ടിൻ്റെ ശാപം മൂലം പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവരിപ്പോൾ മരങ്ങളുടെ ഏറ്റവും ടോപ്പിലാണ് അവർ സഞ്ചരിക്കുന്നത്. അവരുടെ ഒരു എപ്പോഴും കരയുന്നൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ പുറത്ത് കെട്ടിക്കൊണ്ടാണ് അവരുടെ സഞ്ചാരം. She sings softly to the child, but sometimes she becomes angry and swoop down, scattering berries from the bushes. എപ്പോഴും കരയുന്ന ആ കുഞ്ഞിനെ അവർ വളരെ സോഫ്റ്റായിട്ട് ആണ് അവർ പാട്ടുകൾ പാടുന്നത്. പക്ഷെ ചില സമയത്ത് അവർക്ക് ദേഷ്യം വരുന്ന സമയത്ത്, കാറ്റ് വല്ലാതെ അടിക്കുന്ന സമയത്ത് അവിടെ താഴെയുള്ള ബെറീസൊക്കെ ചിന്നിച്ചിതറാറുണ്ട് എന്നാണ് പറയുന്നത്. The story explains the sound of the wind and the movement of the trees, but it also symbolizes sorrow, struggle and endurance. അപ്പോൾ ഈ സ്റ്റോറിയിൽ ആ ഒരു കാറ്റിൻ്റെ സൗണ്ടും മൂവ്മെൻറ്റും മരങ്ങളുടെ മൂവ്മെൻറ്റും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ സിംബലൈസ് ചെയ്യുന്നത് സോറോ, സ്ട്രഗിൾ ആൻഡ് എൻഡ്യൂറൻസിനൊക്കെയാണ്. Maggie tells the girl that the sound she heard was the wind woman singing and that she will always remember that song because the trees are her teacher. മാഗി പറയുന്നുണ്ട് ആ ഒരു അവൾ കേട്ടിട്ടുള്ള ആ ഒരു സൗണ്ട്, മരങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന ആ ഒരു സൗണ്ട് വിൻഡ് വുമൺ പാടുന്നതാണ്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മരങ്ങളെന്ന് പറയുന്നത് അവരുടെ ടീച്ചറാണ് എന്നുള്ളതാണ്. This idea is very important in the poem. It shows that nature is alive and full of meaning. The land itself teaches lesson and holds memory of the people. അപ്പോൾ ഇതിൽ പറയുന്നത് നേച്ചർ എന്ന് പറയുന്നത് ജീവനുള്ളതാണ്, അതിന് ഫുൾ ഓഫ് മീനിങ്, അതിനൊരു അർത്ഥമുണ്ട് പ്രകൃതിക്ക്. അതുപോലെ ഈ ഒരു ലാൻഡ് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ കഥകൾ നമ്മളുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. In the final part of the poem, the speaker says she still remembers the song clearly. അപ്പോൾ ഈ ഒരു കവിതയുടെ അവസാനത്തിലും സ്പീക്കർ പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു പാട്ട് വളരെ വ്യക്തമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, ഈ വിൻഡ് വുമൺ പാടുന്ന പാട്ട്. However, when she hears it now, it sounds like Maggie's voice. അവൾ കേൾക്കുന്ന സമയത്ത്, അവൾ ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് മാഗിയെ ഓർമ്മ വരും. മാഗി പാടുന്നത് പോലെ, മാഗിയുടെ വോയിസ് പോലെ തോന്നും. Maggie's songs fill her world with the sounds of the dark pine trees. The Wind Woman continues to follow her wherever she goes. This shows that the elders' teachings and culture stories remain with the speaker throughout her life. Even though Maggie is gone, her voice lives on in the wind and in memory. അതായത് ഇപ്പം മാഗി ജീവിച്ചിരിക്കുന്നില്ല, പക്ഷെ എന്നാലും മാഗിയുടെ വോയിസും മാഗിയുടെ പാട്ടൊക്കെ ഇപ്പോഴും അവളുടെ മെമ്മറിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവളുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ട്. Overall, the poem highlights the importance of elders, storytelling and the strong bond between indigenous people and their land. അപ്പോൾ ഈ ഒരു കവിതയുടെ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ എൽഡേഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. മുതിർന്ന ആളുകൾ അവർ പറയുന്ന കഥകൾ, അവരുടെ സ്വദേശത്തിൻ്റെ കഥകളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയും. അപ്പോൾ അത് പറയുന്നതിന് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. It teaches that culture survives through memory, voice and respect for nature. The poem leaves the message that as long as stories are remembered and passed on, the spirit of the ancestors will continue to guide future generations. അപ്പോൾ ഈ ഒരു കവിതയിൽ
നമ്മുടെ മെമ്മറിയിലൂടെ, നമ്മുടെ ഓർമ്മകളിലൂടെ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരുപാട് സ്റ്റോറികൾ, ഒരുപാട് കഥകൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കും.